യൂട്യൂബ് ചാനൽ യുണൈറ്റഡ് 47. നമ്മുടെ കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. വൈഫൈ ചാർജുകൾ ദരിദ്രം കൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യുന്നത്. ആർക്കൊന്നും ചുറ്റിത്തിരിക്കില്ലേ, എന്തായിരുന്നു മാമനോടൊന്നും തോന്നല്ല മക്കളേ ഇതൊന്നും. അത് വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഡേറ്റ് എനിക്കില്ലാത്ത ആരുടെ വഴി ഞാൻ ചെയ്യാതെ. അപ്പോൾ ഗൊറസ്കയൊക്കെ വേറെ വഴിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറൊരു കാര്യം പറയാനാണ്. നമ്മുടെ ഫസ്റ്റ് 5 ഫിക്സ്ചേഴ്സ്, യുണൈറ്റഡ് ഫിക്സ്ചേഴ്സ് ഓൺ പ്രീമിയർ ലീഗ് ഡിക്ലെയർഡ് ആയിട്ടുണ്ട്. ഭയങ്കര ടൈറ്റ് ഫസ്റ്റ് 5 നമ്മൾ 5 മാച്ചസ് വെച്ചാണ് പലപ്പോഴും അനലൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് 5 മാച്ചസ് ഭയങ്കര ടൈറ്റാണ്. ഫസ്റ്റ് മാച്ച് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് 5 മാച്ചിൽ തന്നെ നമ്മൾ ടോപ്പ് 6-ലെ 3 ടീംസിന് എതിരെ മാച്ച് വരുന്നുണ്ട്. സിറ്റിക്കെതിരെ വരുന്നുണ്ട്, ചെൽസിക്കെതിരെ വരുന്നുണ്ട്, ആർസണലിനെതിരെ വരുന്നുണ്ട്, പിന്നെ ബേൺലിയും പിന്നെ വേറൊരു ക്ലബ്ബുമാണ് വരുന്നത്. അപ്പോൾ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ് തന്നിരിക്കുന്നത്, നമുക്ക് ഫിക്സ്ചേഴ്സാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ഫസ്റ്റ് മാച്ച് ഇരിക്കുന്നത് ഓഗസ്റ്റ് 17 അത് ഓഗസ്റ്റ് 17 നമ്മുടെ ആർസണലിനെതിരെയാണ് ഫസ്റ്റ് മാച്ച് വരുന്നത്. അതായത് അടുത്ത വർഷം എനിക്ക് തോന്നുന്നു ഒരു സ്ട്രൈക്കറിനെയും കൂടെ കിട്ടിയ പ്രീമിയർ ലീഗ് അടിക്കാൻ ചാൻസുകൾ വളരെയേറെ ഉള്ളൊരു ടീമാണ് ആർസണൽ. ആർസണലിനെതിരെ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് മാച്ച്, അതായത് നമ്മുടെ പ്രീമിയർ ലീഗ് ചെല്ലുന്നത്. ഇത് ഭയങ്കര നമ്മളൊരു ഉരകുടുക്കിലാണ് ആക്ച്വലി. കാരണം ഒന്നാമത് നമ്മൾ പ്ലേയേഴ്സ് സൈനിങ് എംബോമോ വരുമോ ഇല്ലയോ എന്ന് അറിയാൻ മേലെ ഇങ്ങനെ നടക്കുന്നു. പ്ലെയർ പറയുന്നത് ഞാൻ യുണൈറ്റഡിലോട്ട് തന്നെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞാലും തോമസ് ഫ്രാങ്ക് ഇവിടെ ടോട്ടമാൻ്റെ മാനേജറായിട്ട് വന്നു. അപ്പം അവരുടെ ഒരു സിഗ്നേച്ചർ സൈനായിട്ടാണ് എംബോമോ വരും. കാരണം ഇപ്പം യുണൈറ്റഡ് 62 കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞില്ല ഞങ്ങൾ 70 തരാം പറഞ്ഞാൽ ബ്രൺഫോർഡ് തന്നെ പറയുന്നത് നിങ്ങളവിടെ പോയേ പറ്റൂ, നിങ്ങൾ ആർക്കെതിരെ വിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ഔട്ട് ഗോയിങ്സും ഒന്നും പ്രത്യേകിച്ച് ഇപ്പോൾ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. ആൻ്റണിയെ, റാഷ്ഫോർഡിനെയും സാൻചോനെ ഇങ്ങനെ ചില്ലുകൂട്ടത്തിൽ പോലെ ടാരൻറ്റിനെ വെച്ചിട്ടുണ്ട്. അതിനി എന്താകുമെന്ന് അറിയാൻ മേല. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് കാരണം ഇതിൻ്റെയൊക്കെ എവിടെയാണ് ഇതൊക്കെ ചെന്ന് അവസാനിക്കുന്നതെന്ന് എനിക്കൊന്നും പറ്റുന്നില്ല. എന്തായാലും അമറിം ഈ കഴിഞ്ഞ ദിവസത്തെ ഇന്ന് കിട്ടിയ അപ്ഡേറ്റ് വെച്ച് അമറിം പറഞ്ഞിട്ടുണ്ട് റാഷ്ഫോർഡിനെ സാൻചോനെ എന്തായാലും വിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാൻചോൻ്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, അതായത് സാൻചോ നാപ്പോളിയുമായിട്ട് ടോക്സ് നടക്കുന്നുണ്ടെന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സെറ്റപ്പിലോട്ട് പോകുന്നു. ഇപ്പം നാപ്പോളി വിൽ ബി ഗുഡ് ഡെസ്റ്റിനേഷൻ. നാപ്പോളി ഇപ്പോൾ സ്കോട്ട് മക്ടാമനിനെ കിട്ടിയപ്പോൾ നമ്മളോടൊരു വിശ്വാസക്കുറവൊക്കെ വന്ന് വിശ്വാസ കൂടുതൽ വന്ന് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിവേ നമ്മുടെ ഓപ്പണിംഗ് 5 ഫിക്സേഴ്സ് ഭയങ്കര ഹാർഡാണ് നമുക്ക്. കാരണം ഒന്നാമത് ആർസണൽ, പിന്നെ സിറ്റി, പിന്നെ ചെൽസി. നമ്മൾ ഇവരെ തോൽപ്പിക്കാൻ കേപ്പബിളായ ക്ലബ്ബാണോ യുണൈറ്റഡ്? ആസ് എ ക്ലബ്ബ് നമുക്ക് പണ്ട് നമ്മുടെ ഏറ്റവും വേസ്റ്റ് ഫോമിൽ നിന്നാണ് മാച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പോഴും നമ്മൾ ടോപ്പ് 6 ടീംസിനെ നമ്മൾ പുഷ്പം പോലെ എടുത്ത് അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓലയുടെ ഫസ്റ്റ് ഫുൾ സീസൺ ഇൻചാർജ് ഫസ്റ്റ് മാച്ച് ഫ്രാങ്ക് ലാംബാർഡിൻ്റെ ചെൽസി ആയിട്ടായിരുന്നു. നമ്മൾ 4-0 അവരെ തോൽപ്പിച്ചു. ഞാൻ പറയുന്നത് സിറ്റീനെ എത്ര തവണ നമ്മൾ തോൽപ്പിച്ചു, പല മാനേജർ വന്നിട്ട്. ഏറ്റവും എടുത്ത് പറയേണ്ടത് ജോസെ മൊറീനിയോയുടെ എത്തിഹാഡിലുള്ള കളി. അതായത് നമ്മൾ അലക്സിസ് സാഞ്ചസിനെ കൊണ്ട് ഒരേ പ്രയോജനം ഉണ്ടായ ഒരേ ഒരു കളി, നമ്മൾ 3-2 ജയിച്ച കളി. 2-0 പുറകിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫാൻസിന് മുമ്പിൽ, എവേ ഫാൻസിന് മുമ്പിൽ കപ്പ് ഉയർത്താൻ നിന്ന മാഞ്ചസ്റ്റർ സിറ്റിയും അത് കണ്ട് ആഹ്ലാദിക്കാൻ നിന്ന സിറ്റി ഫാൻസിൻ്റെ നെഞ്ചത്ത് അടിച്ച് കയറ്റിയതാണ് ആ 3-2 വിൻ. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. രോമാഞ്ചമൊക്കെ എണ്ണീറ്റ് നിന്ന് അതൊക്കെയായിരുന്നു മാച്ച്. സ്മോളിങ്ങിൻ്റെ ഒരു ഗോളായിരുന്നു നമ്മളെ ജയിച്ചിപ്പിച്ചത്. പോഗ്ബയുടെ ഉണ്ടായിരുന്നു. പോഗ്ബയുടെ എനിക്കത് 2 ഗോൾ ഉണ്ടായിരുന്നു. പോഗ്ബയുടെ ഡബിൾ ഗോളായിരുന്നു. ഹെരേരയുടെ അസിസ്റ്റ് ഉണ്ടായിരുന്നു. അലക്സിസ് സാഞ്ചസിൻ്റെ 2 ക്രോസ് ഉണ്ടായിരുന്നു വിങ്ങിൽ നിന്ന്. അലക്സിസ് സാഞ്ചസിനെ കൊണ്ട് അത്രയും പൈസ മുടക്കിയിട്ട് ആകെ പ്രയോജനമുണ്ട്. അതുകൊണ്ട് വി ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ്, അല്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ബട്ട് എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ടഫായിരിക്കും. ഒന്നാമത് നമ്മളൊരു വലിയൊരു സ്കോഡ് റീബിൽഡിലോട്ട് പോവാണ്. അപ്പം ഇറ്റ് വിൽ ബി ഭയങ്കര അമറിം ഔട്ട് ഷൗട്ട്സ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഫസ്റ്റ് മാച്ച് ഓൾഡ് ട്രാഫോർഡിലാണ്, ആർസണലിനെതിരെയാണ്. പിന്നെ ചെൽസിക്കെതിരെയും വരുന്നുണ്ട്, സിറ്റിക്കെതിരെയും വരുന്നുണ്ട്. മൊത്തം 5 ഫിക്സ്ചേഴ്സിനകത്ത് ഫസ്റ്റ് 5 ഫിക്സ്ചേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ബേൺലിക്കെതിരെ ഒരു മാച്ച് വരുന്നു. പിന്നെ ഒരു ക്ലബ്ബുണ്ട്, അത് ഏതാണെന്ന് ഞാൻ വിട്ടുപോയി, സോറി ഫോർ ഇൻകൺവീനിയൻസ്. അപ്പം അത് ഞാൻ ഇവിടെ ഇട്ടേക്കാം എൻ്റെ മറ്റായിട്ട് സെറ്റപ്പായിട്ട്. അപ്പം അതാണ് ഫിക്സ്ചേഴ്സ് വന്നിരിക്കുന്നത്. ഇപ്പം ഹോപ്പ് വി ക്യാൻ എന്താ പറയുക ക്രോസ് ദ ലൈൻ. എനിക്ക് അവിടുന്ന് 5 മാച്ച് 15 പോയിന്റ് ഇൻറ്റു 3 ഒരു നമ്മൾ ജയിച്ച. I think we should walk away with at least 10 to be in that top 4 challenge. ആ ടോപ്പ് 4 ചലഞ്ച് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മളൊരു 10 പോയിന്റുമായിട്ട് ആദ്യത്തെ 5 കളിയിൽ നിന്ന് നമ്മൾ വാക്കൗട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം 3